പണ്ടൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് അങ്ങ് ദൂരെ അങ്ങ് കളയുമായിരുന്നു അല്ലേ മുട്ടത്തോട്. ഇപ്പം നമുക്ക് ഒരു മുട്ടത്തോട് പോലും നമുക്ക് കളയാനില്ല, നമുക്കതെല്ലാം ആവശ്യമുള്ളതാണ്. അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കണ്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര നാളിരുന്നാലും ഇതിനകത്ത് ഒരു സ്മെല്ലും വരാനില്ല. അപ്പം ഞാൻ ആദ്യമൊക്കെ കഴിയില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ കുറേ നാളായിട്ട് നമ്മളിത് കഴിഞ്ഞ ഉടനെ ഞാൻ കഴുകി ഇങ്ങനെ കമഴ്ത്തി വെച്ചിരുന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കും. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ ഇനി. അപ്പോൾ നമ്മളിത് മുട്ട തരുന്ന കോഴിക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനും വേണം. അവർക്കും കാൽഷ്യം ആവശ്യമുണ്ട്, നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മളിത് ഒന്നുപോലും കളയാതെ നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് എടുത്ത് അടച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കാം അല്ലേ. ആരെങ്കിലും കളയുന്നവരുണ്ടോ മുട്ടത്തോട്? ഞാൻ എവിടെയൊക്കെ മുമ്പ് ഒരു കടയിൽ നിന്നൊക്കെ ഇച്ചിരി എടുക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഡെയിലി എടുത്തുകൊണ്ട് വരുന്നതൊക്കെ ബുദ്ധിമുട്ട് കാരണം ഇപ്പം അത് എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ച് നമ്മൾ കൊണ്ടിട്ടിരുന്നാൽ ചിലപ്പോൾ എനിക്കുള്ള 6 മാസമായാൽ പോലും അതങ്ങനെ തന്നെ കിടക്കും. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ഇതിനകത്ത് തട്ടി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചെടി നടുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് ഇച്ചിരി കൂടെ കൊടുക്കാം ചെടികൾക്ക്. പിന്നെ നമുക്ക് രണ്ടാമത് ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പൂക്കൾ വരാനും ഒക്കെ നല്ലതാണ് മുട്ടത്തോട്. നമുക്ക് കുറച്ച് കോഴിയുടെ തീറ്റയാണ്, അപ്പം അവർക്കും കൂടെ കൊടുക്കാം. ഇങ്ങനെ എപ്പോഴൊന്നും കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുറേ നാളായി ഇത് പൊടിച്ചെടുക്കാനുള്ള ചിലപ്പം മടി കൊണ്ട് കൊടുക്കാറില്ല. കൊടുക്കണമെന്ന് ഓർത്തിട്ട് പിന്നെയും ചിലപ്പം മടിക്കും. ഇപ്പോഴിതാ ഞാൻ എല്ലാം പൊടിച്ച് വെച്ചു. ഇനിയിപ്പോൾ ചെടികളൊക്കെ നടാൻ പോവല്ലേ, അപ്പം അതിനുമൊക്കെ വേണമല്ലോ. അപ്പം അതുകൊണ്ട് അതും പൊടിച്ച് വെച്ച്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പൊടി അവർക്കെല്ലാം കൊടുക്കാം. അവരുടെ ഭക്ഷണത്തിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അവർക്കെല്ലാം കൊടുക്കാം. മുട്ടകളൊക്കെ ആദ്യം ചെറിയ മുട്ടയായിരുന്നു. ഇപ്പം നല്ല സാധാരണ നല്ല മുട്ടകളൊക്കെ ഇടാൻ തുടങ്ങി കോഴികൾ. ആദ്യം ഇടുന്നതൊക്കെ ചെറിയ കുറച്ച് വലിപ്പം കുറവായിരുന്നു മുട്ടകൾക്ക്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നല്ല മുട്ടകളൊക്കെ തരാൻ തുടങ്ങി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ.